ആവാൻ ലേറ്റ് ആവുന്നുണ്ട്. സോ ഇതിനുള്ള റീസൺ നമ്മുടെ അണ്ഡാശയങ്ങളോ ഗർഭാശയ രോഗങ്ങളോ അല്ലെങ്കിൽ പുരുഷന്മാരിലാണെങ്കിൽ ടെസ്റ്റിസോ മാത്രം ആവണമെന്നുണ്ടോ? അതിന് വേറെയും റീസൺസ് ഉണ്ട്. വെൽക്കം ടു ഫെർട്ടിലിറ്റി ഹെൽത്ത് സീരീസ് ടിപ്പ് നമ്പർ 2. നമ്മളെപ്പോഴും പ്രഗ്നന്റ് ആവാൻ ലേറ്റ് ആവുന്ന സമയത്ത് സ്ത്രീകളിലാണെങ്കിൽ അണ്ഡാശയവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, ഗർഭാശയവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, അല്ലെങ്കിൽ പുരുഷന്മാരിലാണെങ്കിൽ ടെസ്റ്റിസ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ മാത്രമാണ് ആദ്യം ചിന്തിക്കാറുള്ളത്. എന്നാൽ മറ്റു പല അസുഖങ്ങൾക്കും നമ്മുടെ പ്രഗ്നൻസി ഡിലേ ആവാനുള്ള ഒരു റീസൺ ആണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് എന്തെങ്കിലും ഹോർമോണൽ ഇറഗുലാരിറ്റീസ്, അതായത് തൈറോയിഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖങ്ങളോ, ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ, അല്ലെങ്കിൽ കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ക്രോണിക് ഇൻഫെക്ഷൻസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ കുടലിന്റെ ഹെൽത്ത് പ്രോപ്പർ അല്ലെങ്കിൽ, ഇനി നമുക്ക് എന്തെങ്കിലും വൈറ്റമിൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഒരുപാട് റീസൺസ് കാരണം നമ്മുടെ ഫെർട്ടിലിറ്റി ഹെൽത്തിൽ നമ്മുടെ ഓവറിയുടെ ഹെൽത്ത് കുറയാനും, നമ്മുടെ അണ്ടങ്ങളുടെ ഹെൽത്ത് കുറയാനും, ബീജങ്ങളുടെ ഹെൽത്ത് കുറയാനും ഒക്കെ ഇതൊരു റീസൺ ആണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഡയബറ്റിസ്, അങ്ങനെ ഒരുപാട് റീസൺസ് നമ്മുടെ ഫെർട്ടിലിറ്റി ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്. സോ വൺസ് നിങ്ങൾ പ്രഗ്നന്റ് ആവാൻ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹോൾ ബോഡി ഫുൾ ആയിട്ട് നിങ്ങളുടെ ബോഡീന്റെ ഹെൽത്തിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്.